നമസ്കാരം കൂട്ടുകാരെ, പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. പണ്ട് ആർക്കിമിഡീസ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. പ്ലവന തത്വം കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ഒരു ജലാശയത്തിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്ലവന തത്വത്തിന്റെ പൊരുൾ അദ്ദേഹത്തിന് പിടികിട്ടിയത്. ആവേശകരമായ ഈ കണ്ടുപിടുത്തം ലോകത്തെ അറിയിക്കാനുള്ള വെപ്രാളത്തെ ആർക്കിമിഡീസ് ആ ജലാശയത്തിൽ നിന്ന് കരയ്ക്ക് കയറി ഓടി. കുറച്ചു ദൂരം ഓടിയപ്പോഴാണ് മനസ്സിലായത് തുണിയില്ലാതെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരുടെ ചവിട്ടുനാടകങ്ങളും തുള്ളലും പ്രതികരണങ്ങളും ഒക്കെ കണ്ടപ്പോൾ ആർക്കിമിഡീസിനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ആ പ്രതികരണങ്ങൾ പലതും വളരെ രസകരമായിരുന്നു. നമ്മുടെ പ്രേക്ഷകരെല്ലാം അത് നല്ലതുപോലെ ചാനലുകളിലൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഇതിനോടകം ആസ്വദിച്ചു കഴിഞ്ഞിരിക്കും. എം സ്വരാജിന് ജനിച്ച പഞ്ചായത്തിൽ നിന്ന് പോലും ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച് ഊറ്റം കൊള്ളുകയായിരുന്നു. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി മുതലുള്ള സമുന്നത നേതാക്കൾ പലരും അവരുടെ എല്ലാം ജന്മനാട്ടിൽ നേടിയ വോട്ടുകളുടെ വിവരം സൂചിപ്പിച്ചുകൊണ്ട് സഖാവ് ജയിക്ക് അതിന് മറുപടി പറഞ്ഞപ്പോഴാണ് ചാമക്കാലയ്ക്ക് മനസ്സിലായത് രണ്ടു കാലിലും പെരുമന്തുള്ള ഒരാൾ ഉണ്ണിമന്തനെ കളിയാക്കുന്നത് പോലെയാണല്ലോ തനിക്ക് പറ്റിയത്. അതോടെ ചാമക്കാല ഗിയർ ചേഞ്ച് ചെയ്തു. പക്ഷെ ഇതിൽ പ്രതികരണങ്ങളിൽ ഏറ്റവും രസകരമായി തോന്നിയത് സാക്ഷാൽ എ കെ ആന്റണിയുടേത് തന്നെയായി. അദ്ദേഹം പറഞ്ഞത് സാങ്കേതികമായി മാത്രമാണ് ഈ സർക്കാർ തുടരുന്നത്, ഫലത്തിൽ ഇടതുപക്ഷ സർക്കാർ നിഷ്കാസിതമായിരിക്കുന്നു എന്ന അർത്ഥത്തിലായിരുന്നു എ കെ ആന്റണിയുടെ പ്രതികരണം. കൂടാതെ അദ്ദേഹം പഴയതുപോലെ ഒരു പ്രവചനവും നടത്തി. എല്ലാം തീർന്നു, ഇടതുപക്ഷത്തിന്റെ ഇടപാടുകളെല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു ആന്റണിയുടെ പ്രതികരണം. പണ്ടിതുപോലൊരു കാലഘട്ടത്തിൽ UDF-ന് ഒരിക്കൽ അധികാരം കിട്ടിയപ്പോൾ ആവേശം കൊണ്ട് തുള്ളിച്ചാടിയ അന്നത്തെ എ കെ ആന്റണി ഒരു പ്രവചനം നടത്തി. ഒരു 100 വർഷത്തേക്ക് CPIM അധികാരത്തിൽ വരില്ലെന്ന്. ഇത് കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് 2 കോട്ടുവായൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇടതുപക്ഷം അധികാരത്തിൽ തിരിച്ചെത്തിയത്. പിന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്, അതായത് അദ്ദേഹത്തിന്റെ മകന് BJP-ക്ക് ഇഷ്ടദാനം നൽകി കഴിഞ്ഞപ്പോൾ കാര്യമായ വില കേരളത്തിലെ കോൺഗ്രസുകാർ കൊടുക്കാറില്ല എന്നതൊരു സത്യമാണ്. പക്ഷെ ഈ പ്രതികരണങ്ങൾക്കിടയിൽ ആന്റണി ഒരു സത്യം പറഞ്ഞു. കോൺഗ്രസുകാർ ഈ വിജയത്തിൽ അഹങ്കരിക്കരുതെന്ന് പറഞ്ഞു. കാരണം ആന്റണിക്ക് പണ്ടേ അറിയാം കേരളത്തിലെ കോൺഗ്രസുകാരുടെ രീതി. ഇടദിവസം ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി ചന്ത ദിവസത്തെ കളി എന്തായിരിക്കും എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഇവരെന്തെല്ലാം ഇനി കാട്ടിക്കൂട്ടുമെന്നും എന്തെല്ലാം കുതന്ത്രങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുമെന്നും ഒക്കെ ആന്റണിക്ക് നന്നായി അറിയാം. അതെല്ലാം അവസാനം കോൺഗ്രസിന് തന്നെ വാരയായിട്ട് വരുമെന്നും ആന്റണിക്ക് അറിയാം. അതുകൊണ്ടാണ് ആന്റണി വ്യക്തമായി പറഞ്ഞത് വിജയത്തിൽ അഹങ്കരിക്കരുത് എന്ന്. സ്നേഹിതരെ, ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.